ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. കുന്നംകുളം യൂണിയൻ ക്രിസ്ത്യൻ സുവിശേഷ സംഘത്തിൻ്റെ ചരിത്ര താളുകളിലേക്ക് ഒരു എത്തിനോട്ടം. 1951 നവംബർ 11 രാവിലെ 11 മണിക്ക് പ്രാർത്ഥനയോടെ സംഘം സ്ഥാപിതമായി. 75-ാം വയസ്സിലേക്ക് പ്രവേശിക്കുന്ന സംഘത്തിൻ്റെ ഉത്ഭവവും തുടർ പ്രവർത്തനങ്ങളും താഴെ കാണും പ്രകാരം സംഗ്രഹിക്കുകയാണ് ഇവിടെ. ആത്മീയ ആചാര്യൻ ശ്രീ KM മാത്യു മാസ്റ്ററാണ് സംഘത്തിൻ്റെ സ്ഥാപകൻ. ഓരോ ചുവടിലും സർവശക്തനായ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ സംഘം കടപ്പെട്ടിരിക്കുന്നു. വിവിധ ക്രൈസ്തവ വിഭാഗങ്ങളിലെ അംഗങ്ങളെ അവരവരുടെ വിശ്വാസങ്ങൾക്ക് ഹാനി തട്ടാത്ത വിധത്തിൽ സംഘടിപ്പിച്ച് സുവിശേഷ പ്രവർത്തനങ്ങൾ നടത്തുകയും രക്ഷാനിർണയം പ്രാപിച്ച ദൈവമക്കൾ തമ്മിൽ ആത്മീയ സംസർഗം പുലർത്തുകയുമാണ് സംഘത്തിൻ്റെ താൽപ്പര്യം. വിവിധ ക്രിസ്തീയ സമുദായങ്ങളിലെ ദൈവജനത്തിൻ്റെ മൈത്രിയിലൂന്നിയ പ്രവർത്തനത്തിലൂടെ നിർമ്മലമായ സുവിശേഷമാണ് സ്ഥാപനത്തിൻ്റെ ആദർശം. ക്രിസ്തു യേശുവിൽ എല്ലാവരും ഒന്ന് എന്നതാണ് നമ്മുടെ ആപ്തവാക്യം. ഈ അന്ത്യകാലത്ത് മേൽപ്പറഞ്ഞ ആദർശം ഏറെ പ്രസക്തമാണെന്ന് ഞങ്ങൾ കരുതുന്നു. സാമ്പത്തികമായ യാതൊരു ആവശ്യങ്ങൾക്കും ആരെയും സമീപിക്കാതെ ദൈവത്തിൽ മാത്രം ആശ്രയിച്ച് മുന്നോട്ട് പോകണമെന്നത് ഈ സംഘത്തിൻ്റെ ഒരു പ്രധാന വ്യവസ്ഥയാണ്. ആയത് ഇന്നുവരെയും പാലിക്കുവാൻ ദൈവകൃപ വ്യാപരിച്ചതിനെ ഓർത്ത് ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. യൂണിയൻ ക്രിസ്ത്യൻ സുവിശേഷ സംഘം രൂപീകരിക്കുന്നതിന് മുൻപ് കുന്നംകുളത്തിന് ചുറ്റുമുള്ള കുന്നുകളിലും മരത്തണലുകളിലും ഇരുന്ന് ദൈവത്തെ പാടി സ്തുതിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു വന്നു. കിഴൂർക്കുന്ന്, അടുപ്പുട്ടിക്കുന്ന്, കല്ലഴിക്കുന്ന്, പോർക്കുളം കുന്ന് എന്നിവിടങ്ങളിൽ പതിവായി പ്രാർത്ഥനയ്ക്കായി പോകാറുണ്ടായിരുന്നു. ഈ നിർണായക ഘട്ടത്തിൽ ഒരുമിച്ച് കൂടി ദൈവത്തെ ആരാധിക്കുവാൻ ഒരു സ്ഥലം വേണമെന്നുള്ള ആഗ്രഹം പ്രിയപ്പെട്ടവരുടെ മനസ്സിൽ ഉദിച്ചു. അതിൻ്റെ ഫലമായി കുന്നംകുളം പാറയിലങ്ങാടിയിൽ ഒരു കെട്ടിടത്തിൻ്റെ തട്ടിൻ മുകൾ ഭാഗം വാടകയ്ക്കെടുക്കുകയും യൂണിയൻ ക്രിസ്ത്യൻ സുവിശേഷ സംഘം എന്ന പേരിൽ ഇന്ന് കാണുന്ന സംഘത്തിൻ്റെ ആരംഭം കുറിക്കുകയും ചെയ്തു. 1951 ഡിസംബർ 23 സംഘത്തിൻ്റെ പ്രവർത്തനങ്ങൾ അല്പാൽപമായി വിപുലീകരിക്കപ്പെടുകയും മേലെപ്പാറയിൽ ഇപ്പോൾ കാണുന്ന പള്ളിക്ക് സമീപം ഒരു വാടക കെട്ടിടത്തിലേക്ക് മാറ്റുവാൻ ഇടയാവുകയും ചെയ്തു. അവിടെ സൺഡേ സ്കൂൾ, യോഗങ്ങൾ മുതലായവ ക്രമമായി നടത്തി വന്നു. 1961 ജൂലൈ മാസത്തിൽ സ്വർഗത്തിലെ ദൈവം ഏറ്റവും മനോഹരമായി കാര്യങ്ങൾ ക്രമീകരിച്ചു തന്നു. സ്വമേധയാ കടം തരാൻ തയ്യാറായ ഒരു സഹോദരന്റെ സഹായത്തോടെ 6.25 സെന്റ് സ്ഥലം വാങ്ങുവാനും അവിടെ ആസ്പെറ്റോസ് മേഞ്ഞ ഒരു കെട്ടിടം പണിയുവാനും ദൈവം കൃപ ചെയ്തു. 1965 ഒക്ടോബറിൽ കടബാധ്യത തീർക്കുകയും അതേ വർഷം നവംബർ 7 നടന്ന പൊതുയോഗത്തിൽ കാര്യനിർവഹണത്തിനായി 7 അംഗ ട്രസ്റ്റിയെയും ആവശ്യമായ വ്യവസ്ഥകളോടെ നിയമാവലിയും നിലവിൽ വന്നു. പ്രഥമ ട്രസ്റ്റിമാരായി 7 പേരെ രഹസ്യ ബാലറ്റിലൂടെ തിരഞ്ഞെടുത്തു. ശ്രീ KM മാത്യു മാസ്റ്റർ പ്രസിഡന്റ്, ശ്രീ KI മാത്യുക്കുട്ടി സെക്രട്ടറി, ശ്രീ KV ഉക്രു ട്രഷറർ, ശ്രീ KC ഇട്ടൂപ്പ് മെമ്പർ, ശ്രീ CV ചേറു മെമ്പർ, ശ്രീ KV മാത്തുക്കുട്ടി മെമ്പർ, ശ്രീ MP വറീദ് മെമ്പർ എന്നിവരായിരുന്നു പ്രഥമ ട്രസ്റ്റി ബോർഡ്. ഈ 7 പേർ മാത്രമല്ല, യുവജനങ്ങളും യൗവനക്കാരും സഹോദരിമാരും അപ്പച്ചന്മാരും അമ്മച്ചിമാരും കുഞ്ഞുങ്ങളും ഉൾപ്പെടെ ഒരു ജനസഞ്ചയം സംഘത്തിൽ കൂടാറുണ്ടായിരുന്നു. സ്ഥിരമായി ഞായറാഴ്ചകളിൽ സൺഡേ സ്കൂളും 3 മണിക്ക് പൊതുയോഗവും അന്നു മുതൽ ഇന്നുവരെ നടത്തുവാൻ സർവകൃപാലുവായ ദൈവം തുണച്ചു. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും വെവ്വേറെ സമയങ്ങളിലായിരുന്നു ആദ്യകാലങ്ങളിൽ സൺഡേ സ്കൂൾ നടത്തിയിരുന്നത്. 2025 നവംബർ 11 75-ാം വയസ്സിലേക്ക് പ്രവേശിച്ച സുവിശേഷ കുടുംബം പ്ലാറ്റിനം ജൂബിലിയോടനുബന്ധിച്ച് പ്രാർത്ഥനാ വർഷമായി 24 മണിക്കൂറും തുടർച്ചയായി പ്രാർത്ഥിക്കുന്ന അനുസ്യൂത പ്രാർത്ഥനാ സംവിധാനം രൂപപ്പെടുത്തിയിട്ടുണ്ട്. 2ാമത്തെ പ്രോഗ്രാമായാണ് 2026 ഫെബ്രുവരി 22 അതായത് ഇന്ന് സുവിശേഷ യോഗവും പാട്ടിൻ്റെ പട്ടുനൂൽ എന്നു പേരിലുള്ള ഗാനസന്ധ്യയും നടത്തുന്നത്. രാജാദി രാജാവും കർത്താദി കർത്താവുമായ യേശു കർത്താവിൻ്റെ മഹത്വ പ്രത്യക്ഷതയിൽ ദേശം ഒന്നടങ്കം പ്രാഗൽഭ്യത്തോടെ കർത്താവിനെ മുഖാമുഖം കാണുവാൻ ഇടയാകണമെന്ന് ഞങ്ങൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു.
യഹൂദ ഗോത്രത്തിന്റെ സിംഹമായ യേശു കർത്താവ് ന്യായമായ ഈ ആഗ്രഹം സാധിപ്പിച്ച് തരുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു എന്ന് ഏറെ പ്രാർത്ഥനയോടെ യൂണിയൻ ക്രിസ്ത്യൻ സുവിശേഷ സംഘം.